ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമാധാനത്തിന്റെ വഴി ഞാൻ പറഞ്ഞിവിടെ നിർത്തുകയാണ്. നമുക്ക് ആ ക്രൂസിലേക്ക് നോക്കാം. അവൻ നമ്മുടെ സമാധാനം എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാ ജാതി മതസ്ഥരോടും ഞാൻ പറയുന്നു, നമുക്ക് സമാധാനത്തിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ, 2 കള്ളന്മാരുടെ മധ്യേ, ആ കാൽവരി ക്രൂശില് നിനക്ക് വേണ്ടി കഷ്ടമേറ്റ്, തുപ്പലേറ്റ്, നിന്നയേറ്റ്, കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് മരിക്കുന്ന ഈ യേശു ക്രിസ്തുവാണ് നിന്റെ സമാധാനത്തിന്റെ വഴി. ആ സമാധാനത്തിന്റെ വഴി നീ കണ്ടെത്തിയിരുന്നുവെങ്കിൽ നിനക്ക് ആശ്വസിപ്പാൻ വകയുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു നമ്മുടെ അസമാധാനത്തിന് കാരണമായിരിക്കുന്ന സകല പാപങ്ങളും സ്വയം ചുമന്നുകൊണ്ട് നമ്മളെ അസമാധാനത്തിലേക്ക് നടത്തുന്നത് നമ്മുടെ പാപമാണ്. നമ്മുടെ എല്ലാവിധമായിരിക്കുന്ന പാപങ്ങളും അവൻ സ്വയം ചുമലിലേറ്റി നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് അവൻ ക്രൂശിൽ മരിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു ഏറ്റുന്നു. അതിലൊന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടാകുമായിരുന്നു. നിന്റെ തെറ്റിന്റെ ശിക്ഷ യേശു ക്രിസ്തു സ്വീകരിച്ചു എന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടാകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആകയാൽ ആ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിരിക്കുന്ന പാപങ്ങളെയാണ് അവൻ ചുമന്നത്. നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് യേശു ക്രിസ്തുവിന് അറിയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് പേരും കർത്താവിന് അറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യങ്ങളും പരസ്യങ്ങളുമായിരിക്കുന്ന സകല പാപങ്ങളും യേശു ക്രിസ്തു തന്റെ ചുമലിൽ എത്തിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട്, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു നല്ല വാർത്തയല്ലയോ? നീ കുറ്റക്കാരനാണ്, നീ തെറ്റ് ചെയ്തവനാണ്. പക്ഷെ നിനക്ക് ശിക്ഷ കിട്ടാതിരിപ്പാൻ തക്കവണ്ണം ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു നിന്റെ പാപം ഏറ്റെടുത്തിട്ട്, നിന്റെ കുറ്റം ഏറ്റെടുത്തിട്ട് നിനക്ക് പകരക്കാരനായിട്ട് മരിച്ചുവെങ്കിൽ ഇനിയും ദൈവത്തിന്റെ കോടതിക്ക് നിന്നെ കുറ്റം വിധിപ്പാൻ കഴിയത്തില്ല. അത് വിശ്വസിക്കുന്നുവെങ്കിൽ